സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയത്തിളക്കവുമായി തിരുവനന്തപുരം നരിവാമൂട് സ്വദേശി ശ്രീജ ജെസ്. ആദ്യ ശ്രമത്തിലാണ് ശ്രീജ 57ാം റാങ്ക് നേടിയത്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയ്ക്കും വിജയം സമർപ്പിക്കുന്നുവെന്ന് ശ്രീജ 24നോട് പറഞ്ഞു. സിവിൽ സർവീസ് പരീക്ഷാ ഫലം വരുമ്പോൾ തിരുവനന്തപുരം നരുവാമൂട് വെള്ളാപ്പള്ളിയിലെ നാട്ടുകാർക്ക് വളരെയധികം സന്തോഷമാണ്. 57ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീജ അല്ലെ. എന്തായാലും അഭിനന്ദനങ്ങൾ. ആദ്യമേ ചോദിക്കാനുള്ളത്, അറിയാം അച്ഛന്റെയും അമ്മയുടെയും സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്, മകളെ ഇത്രത്തോളം എത്തിച്ചു, വലിയ ഒരു റാങ്കിലേക്ക് എത്തുന്നു. എങ്ങനെ തോന്നുന്നു? ഈ ഒരു നിമിഷം എങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റുന്നു? ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യം റിസൾട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ നല്ലതായിട്ടൊന്ന് ഞെട്ടി, എന്റെ കൺട്രോൾ ചെറുതായിട്ടൊന്ന് പോയി. അപ്പം അച്ഛനും അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞ, മോളെ നിനക്കുള്ളത് തന്നെയാണ് ഈ റാങ്ക്, നീ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നീ കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഫലം നിനക്ക് കിട്ടി. രണ്ടുപേരും എന്നെ ചേർത്ത് പിടിച്ച്. എന്റെ മെന്റേഴ്സും ഫോർച്യൂൺ അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എന്റെ മെന്റേഴ്സും എന്നെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ ഫോണിൽ നിന്ന് തുരുതുരാ വിളിയായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അതിനേക്കാളേറെ ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇതൊരു കൂട്ടായ ശ്രമമായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മയുടെയും കഷ്ടപ്പാട്, പിന്നെ എനിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ് ഈ റാങ്ക്. എത്രാമത്തെ തവണയാണ്? ആദ്യ തവണ തന്നെ വിജയം നേടാനായോ? ആദ്യം ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ്. 2024 മെയിലാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. 2025 എക്സാം ഞാൻ കൊടുത്തു. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ് ഈ റാങ്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ എങ്ങനെയായിരുന്നു ഈ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? എന്തായാലും പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്റെ പ്രിപ്പറേഷൻ ഫുള്ള് ഫോർച്യൂണിലായിരുന്നു. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. അപ്പം ഞാൻ ഫോർച്യൂണിന്റെ തന്നെ ടെസ്റ്റ് സീരീസിന്റെ ഷെഡ്യൂളാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പം ഡെയിലി പ്ലാനർ ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട്, എനിക്കൊരു വാശി ഉണ്ടായിരുന്നു ഡെയിലി പ്ലാനറിൽ ഉള്ള സംഭവം അന്ന് തന്നെ പഠിച്ചിട്ട് കിടക്കാന്നുള്ളത്. ഇപ്പം ഇൻ കേസ് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഐദർ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ അത് പഠിക്കും. അപ്പം സൺഡേ എക്സാമിന് പോകുന്നതിന് മുന്നേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ എന്റെ കയ്യിലുള്ള കണ്ടന്റ് ഞാൻ തീർത്തു എന്ന്. പിന്നെ ഓവർ ദ ടൈം മെന്റേഴ്സ് കുറെ സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം എന്റെ വർക്കിൽ കൊണ്ടുവരാനും എന്റെ എക്സാം അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും എഴുതുന്ന രീതിയിലും കൊണ്ടുവരാൻ ഞാൻ ഒത്തിരി എഫർട്ട് എടുത്തിരുന്നു. അമ്മ, മകളുടെ ഈ വിജയത്തിൽ എത്രമാത്രം സന്തോഷമുണ്ട്? എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സന്തോഷമുണ്ട്. അവളെ അധ്വാനത്തിന്റെ ഫലം ദൈവമൊക്കെ കൊടുത്തു. അത്രേ ഉള്ളൂ. പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ഞാനും വിജി കഴിഞ്ഞു കാണും. എന്ത് ചെയ്യുന്നു? വെറുതെ വീട്ടിൽ തന്നെ ഇവരെയൊക്കെ നോക്കി ഇങ്ങനെ കഴിയണം. വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ മകളുടെ ഈ ഒരു വിജയത്തെ ഇപ്പോൾ ഈ നിമിഷത്തിൽ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. അവൾ ഹാർഡ് വർക്ക് ചെയ്താണ്. വെളുക്കുന്നേരെ പഠിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.